ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പം ഇന്നത്തെ കരിയർ ടോക്സ് നമ്മോടൊപ്പം ഉള്ളത് തസ്നിയാണ്. തസ്നി, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഓക്കെ ഓക്കെ തസ്നിയുടെ സ്ഥലം എവിടാ? ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. ഓക്കെ ഓക്കെ. അപ്പം ഏത് കോഴ്സ് അവോധി ചെയ്തിരുന്നേ? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോ കറന്റ്ലി ഇപ്പൊ എന്ത് ചെയ്യാ? ഞാൻ ഇപ്പോ എനിക്ക് പ്ലേസ്മെന്റ് വഴി ഇപ്പൊ ഒരു ജോബ് കിട്ടിയ അതിന്റെ ഇന്റേൺഷിപ്പ് ആണ് ഞാൻ ചെയ്യുന്നത്. ഇന്റേൺഷിപ്പ് ആണ്. ഓക്കെ ഓക്കെ. എവിടാ ചെയ്യുന്നത്? കമ്പനി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? കമ്പനി ഷാർജ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്കോർപിയോൺ പിക്സ് ആണ് കമ്പനിയുടെ നെയിം. ഞാനപ്പോ വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഷാർജ ബേസ്ഡ് കമ്പനി. ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ്? എങ്ങനെയുണ്ട്? അവർ കറക്റ്റ് ടൈമിൽ വർക്ക് കാര്യങ്ങളൊക്കെ തരാറുണ്ടോ? അവര് വർക്ക് തരം നമുക്ക് പറഞ്ഞൊക്കെ തരാം, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, എന്നിട്ട് അത് കറക്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. അപ്പം എങ്ങനെ ഈ കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കുന്ന ടൈമിൽ എങ്ങനെ അവോധയെ പറ്റി കേട്ടെ? എന്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ നല്ല ക്ലാസ് ആണ്, നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നല്ല ക്ലിയർ ആയിട്ടാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഒട്ടും ബോറടിക്കില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഫ്രീ ടൈമിൽ നമുക്ക് ക്ലാസ് കണ്ട് തീർക്കാം. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എന്നിട്ട് ക്ലാസ്സസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ജോയിൻ ചെയ്തിട്ട് അവോധയുടെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് ഒക്കെ നല്ല ക്ലാസ് ആയിരുന്നു. നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. നമുക്ക് ഡൗട്ട് ചോദിക്കാനാണെങ്കിലും ലൈവായിട്ട് ഡൗട്ട് ചോദിച്ചാൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത്, അപ്പൊ തന്നെ നമുക്ക് ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോവാം. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്ലാസ് ആണ് അവോധയുടെ. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ. അപ്പൊ ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നോ ക്ലാസ്സിന്റെ ഇടയ്ക്ക്? ഇടയ്ക്ക് വരുമായിരുന്നു. ഇപ്പൊ എങ്ങനെയാ ഡൗട്ട് ക്ലിയർ ചെയ്തിരുന്നേ? അത് ഞാൻ അപ്പൊ തന്നെ ലൈവ് സെഷനിൽ പോയിട്ട് ഡൗട്ട് ചോദിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഓരോ കോഴ്സിനും ഓരോ ലൈവ് സെഷൻ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ ചോദിച്ച് ക്ലിയർ ചെയ്യും. ഓക്കെ. അപ്പം അവര് കറക്റ്റ് ടൈമിൽ ക്ലിയർ ചെയ്ത് തരാറുണ്ടായിരുന്നോ ഡൗട്ടൊക്കെ? അതെ അതെ, ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോ ഇന്റേൺഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പേ ജാപ്പ് അറ്റൻഡ് ചെയ്തില്ലേ തസ്നി? ചെയ്തിരുന്നു. ജാപ്പ് ചെയ്തിരുന്നു. ഓക്കെ. അപ്പൊ ജാപ്പിൽ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ജാപ്പിൽ ഒരു ഫീഡ്ബാക്ക്? ജാപ്പ് ഫസ്റ്റ് നമുക്ക് അവര് ജോബ് ഐ ഡി തരും. അപ്പൊ നമുക്ക് ആ ജോബ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് അതിനുള്ള എങ്ങനെ അതിന് പ്രിപ്പയർ ചെയ്യാം, അവരെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുക, പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് പറഞ്ഞുതരും. അങ്ങനെ അവിടെ നിന്ന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ അത് പാസ്സായിട്ടാണ് പിന്നെ. അങ്ങനെയായിരുന്നു ജാപ്പിന്റെ പ്രൊസീജിയർ അല്ലേ? അതെ. ഓക്കെ ഓക്കെ. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പൊ ഈ കമ്പനിയുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ പ്രൊജക്റ്റ് ഇപ്പൊ ചെയ്യുന്നത്? ഇപ്പൊ കറന്റ് എന്ത് വർക്കിംഗ് ആ ചെയ്യുന്നവര്? അതായത് തസ്നിക്ക് തരുന്ന വർക്കിംഗ് എന്തൊക്കെയാണ്? ഞങ്ങള് SEO ആണ് ചെയ്യുന്നത്. SEO ആണ് ചെയ്യുന്നത്. SEO ബാക്ക് ലിങ്ക് ബിൽഡ് ചെയ്യാ, അങ്ങനത്തെ. പിന്നെ കണ്ടന്റ് റൈറ്റിംഗ് ഉണ്ട്. ഓക്കെ. ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് SEO ഒക്കെ? ഈസി ആണോ? ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമില്ല. അവര് നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. നല്ലപോലെ ഗൈഡ് ചെയ്യുന്നുണ്ടല്ലേ? ഗൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവോധയിൽ തന്നെ എന്റെ കൂടെ വേറെ 9 പേരും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അവരും ഇതുപോലെ പ്ലേസ്മെന്റ് കിട്ടി. അപ്പൊ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 9 പേരുണ്ടായി അവോധയിൽ നിന്ന്? ഉണ്ട്. നിങ്ങൾ ഇതെല്ലാം സെയിം ഗ്രൂപ്പ് ആണോ? അല്ല, ഞങ്ങള് ഇതില് ഇന്റേൺഷിപ്പ് ആ കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോഴാണ് അറിയാൻ തന്നെ ഇങ്ങനെ ഇത്രയും പേരുണ്ട്. അപ്പൊ ഇവരൊക്കെ അവോധയിൽ നിന്നാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് മാം ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ തന്നെ തസ്നി എന്തായാലും കേട്ട് കാണും ഈ 2800 എന്നൊരു ഫീസ് സ്ട്രക്ചർ. ഓക്കെ. എന്താ അപ്പൊ തോന്നിയിരുന്നത്? എന്താ 2800 ഈ കോഴ്സ് ചെയ്ത വർത്തായിരിക്കും തോന്നിയിരുന്നു ആ ടൈമിൽ? അങ്ങനെ ആദ്യം തോന്നിയില്ല. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്ത് ജോബ് കിട്ടി. അതുകൊണ്ട് ഹാപ്പിയാണ്. ഇപ്പൊ ഇന്റേൺഷിപ്പിലാണ്. അപ്പം ആ ഒരു ഇത് മാറിയല്ലേ? 2800 വർത്തായിരുന്നു അല്ലേ? അതെ. ഓക്കെ ഓക്കെ. അപ്പം ഈ കോഴ്സ് എടുക്കുന്ന ടൈമിൽ എങ്ങനായിരുന്നു ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസ് അവോധയിൽ? ഫാമിലി പറഞ്ഞാൽ ഇത്രയും അഫോർഡബിൾ ആയതുകൊണ്ട് തന്നെ ഫാമിലി ചെയ്തു, വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ ഫ്രീ ടൈമിനനുസരിച്ച് ക്ലാസ് കേൾക്കും. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല.
കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഓക്കെ. അപ്പോൾ തസ്നി ഇത്ര ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൽ താങ്ക്സ് ഉണ്ട്. ഓക്കെ, വെൽക്കം. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്സ്.